ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഇരുമ്പമ്പുളി ഇട്ട് വെച്ച മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ട് വന്നേക്കും. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ മത്തിയാട്ട. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇരുമ്പമ്പുളി ഇതുപോലെ 4 കീറിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില. ഇനി നമ്മൾ ചട്ടിയിൽ മത്തി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇരുമ്പമ്പുളി എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയാട്ടോ. ഇനി നമ്മളത് ആദ്യം ഇരുമ്പമ്പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് നടുകീറി ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇരുമ്പമ്പുളി നമുക്ക് പുളി ഉള്ളതാണെങ്കിൽ നമ്മുടെ പുളിക്ക് അനുസരിച്ച് ഇത്തിരി കൂടുതൽ ഇടണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. നമ്മളിവിടെ അത്യാവശ്യത്തിന് അധികം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരപ്പിലേക്ക് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചേക്കുന്ന ആവശ്യത്തിനുള്ള നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ആട്ടോ. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ലേശം നമ്മളിവിടെ ചെറിയൊരു ചൂടായിട്ട് ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ നാളികേരമൊക്കെ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറു ചൂടുവെള്ളം ചേർത്ത് വേറെ ഒന്നുമല്ല, ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന നാളികേരമായിരുന്നു. അപ്പോൾ അരയ്ക്കുമ്പോൾ ഇത്തിരി ഇങ്ങനെ കട്ട പോലെ കെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തത്. ഇനി നമുക്ക് ആ മിക്സിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അരപ്പിക്ക്. ഇനി നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇത്തിരി ലൂസ് പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മീൻകറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പില്ലേ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കറി കാച്ചാനായിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുള്ളി, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില. നമ്മൾ മീൻ ഏകദേശം ആയപ്പോൾ നിർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കാച്ചി നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഒരു അടിപൊളി ഇരുമ്പമ്പുളി ഇട്ട് വെച്ച മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും ബൈ ബൈ.